ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കോയമ്പത്തൂർ ട്രിപ്പ് പോയ ആ ഒരു വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്കുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ, പാർട്ട് 2. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ പോത്തീസിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സൈഡിലേക്കൂടെ ഇങ്ങനെ നടന്ന് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ ഞങ്ങൾ കടയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല സെലക്ഷൻ കിട്ടും. അപ്പോൾ ഈ കടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ കിട്ടുക. ജ്വല്ലറീസും കുട്ടികളുടെ ടോയ്സും കാര്യങ്ങളും എല്ലാതും ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു കടയിലേക്ക് വന്ന എല്ലാതും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കയറുന്ന വഴിയിൽ തന്നെ അവിടെ ടോയ് ഉണ്ടായിരുന്നു. അപ്പോൾ വിഷുമോൻ അത് കണ്ടപ്പോൾ അവനക്കത് വേണം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുറുമ്പിൽ നടക്കാൻ കേട്ടോ. അപ്പോൾ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പം കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ കടയിലേക്ക് കയറിയ കുട്ടികൾ നോക്കുക. പിന്നെ അതല്ല, പിന്നെ ഇതിവിടെ ഒരു ബോക്സിലായിട്ട് കുറേ ബാഗുകൾ വെച്ചിട്ടുണ്ട്. ഓഫറായിട്ട് വെച്ചിരിക്കുക കേട്ടോ. 300 രൂപ 250 ആ ഒരു റേറ്റിനാണ് ആ ഒരു ബാഗുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതാ ടോയുടെ അവിടെ തന്നെയാണ് ഇഷ്മോ നിൽക്കുന്നത്. അപ്പോൾ അവന് അത് വാങ്ങിച്ചേ പറ്റൂ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഇതിൻ്റെ റേറ്റൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയൊരു ടോയ്ക്ക് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. 300 ചില്ലറ തന്നെ രൂപ ഉണ്ടായിന്. അപ്പോൾ പിന്നെ അതവിടെ വെച്ചിട്ട് എനിക്ക് വേറെ മേടിച്ചു കൊടുത്തു. പിന്നെ ചില ഇതൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങൾ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റികളാണ്. പിന്നെ ഒരു ചുരിദാറുകളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതിൽ തന്നെ ഷോളും പാൻറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരു ക്യാമറയിൽ കാണുന്ന കളറല്ല കേട്ടോ, ഇതിന് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 1349 രൂപ കേട്ടോ. ഈ ഒരു റേറ്റിന് 2 ചുരിദാർ നമുക്ക് എടുക്കാം. അപ്പോൾ റെഡിമെയ്ഡാണ്. അപ്പോൾ നമുക്കത് 2 എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു ഓഫറാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഓഫറുള്ളത് ഇങ്ങനെ ഒരു സൈഡിൽ മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ ഒരു നൈറ്റിക്ക് 1000 ചില്ലറ രൂപ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള തുണികളാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തുണികളാണ്. പിന്നെ നല്ല സെലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് എന്തായാലും ഇവിടെ നിന്ന് കിട്ടും. അത് നമ്മൾ ഏത് ചോദിച്ചാലും അവരെടുത്ത് തരും. നല്ല സെലക്ഷനുള്ള ഒരു കട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ വീഡിയോ എടുത്തതിന് ശേഷമാണ് അവർ കണ്ടത്, കടയുള്ളവർ കണ്ടത് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിർത്തി കേട്ടോ. അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഫുഡ് അടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ നിന്ന് കാണുന്ന നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഓരോന്നായിട്ട് തന്നെ ടേസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ നല്ല രസമുള്ള ഒരു യാത്ര തന്നെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കലും പിന്നെ നമ്മൾ നടന്നിട്ടൊക്കെ ഇങ്ങനെ പോയിട്ടുള്ള ഒരു യാത്ര ഒന്നും അങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും കാറിൽ ഇങ്ങനെ പോവുക, അവിടെ എത്തുമ്പോൾ അവിടെ മാത്രം ഇറങ്ങുക, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മസാല പൂരിയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ഓർഡർ ചെയ്യും, എന്നിട്ട് അത് ടേസ്റ്റ് നോക്കും, പിന്നെ ഇഷ്ടമാണെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് അവിടെ ഒരു കടയിൽ ചെന്നപ്പോൾ അവിടെ വേറെ രീതിയിലുള്ള പൂരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് പൂരിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പൂരിയുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ചായയും ഈ ഒരു പൂരിയും കാര്യങ്ങളൊക്കെ അതും കഴിച്ചിട്ടോ. അങ്ങനെ ഓരോന്നും കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയം എനിക്ക് വീഡിയോ എടുത്ത് നടത്തുന്നുണ്ടെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ എടുത്ത വീഡിയോ, പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ബിൽഡിംഗ് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ നേരെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ ഇവിടെ തന്നെ താമസിക്കാറ്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നോട്ടും കാര്യങ്ങളൊക്കെ എടുത്തും പിന്നെ ദൂരമൊക്കെ ആണെങ്കിൽ വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ.
അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങളും താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ കയറ്റാനുള്ള അനുവാദം എനിക്കില്ല കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഫാമിലി എല്ലാവരും കൂടി പറഞ്ഞാൽ കേട്ടോ ഈ റൂമിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കരുത്. കാരണം നമ്മളെ പ്രൈവസി നഷ്ടപ്പെട്ടില്ല, നമ്മളെ തലമുണ്ടാതെ അങ്ങനെയൊക്കെയാവും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു എൻജോയ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ പിന്നെ അത് വേണ്ട വെച്ച് അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളായിരുന്നു നടന്നത്. പിന്നെ കുട്ടികൾക്ക് വെച്ചിട്ട് അവർക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞങ്ങളത്തെ കുറച്ച് പാർക്കിലൊക്കെ കുറച്ച് നേരം സമയം ചിലവഴിക്കാമെന്ന് കരുതിയിട്ട് പിന്നെ അന്ന് രാവിലെ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഞങ്ങൾ കുട്ടികളുടെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് അവരിനായിട്ട് ഞങ്ങളുടെ പാർക്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്മോനിക്ക് ആദ്യമൊക്കെ എല്ലാത്തിലും കയറാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓക്കെ അവൻ്റെ കൂടെ കുറച്ച് നേരം നിന്നപ്പോൾ പിന്നെ ഓക്കെ, പിന്നെ അവൻ ഒറ്റയ്ക്ക് തന്നെ കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ വിശക്കൽ തുടങ്ങിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാടൻ ഫുഡാണ്. ഇവിടെ ഒരുവിധം കടയിലൊന്നും കയറിയ ക്യാമറ ഓണാക്കാനൊന്നും പാടില്ല. വീഡിയോ എടുക്കലൊക്കെ കുറവായി, അതുകൊണ്ട് തന്നെ കുറവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാലും നമ്മൾ ഷോപ്പിങ്ങിന് കയറിയാലൊക്കെ അവർ ക്യാമറയൊക്കെയാണ് ആദ്യം നോക്കുക. അപ്പോൾ ക്യാമറ കാണുമ്പോൾ തന്നെ പറയും വീഡിയോ എടുക്കരുത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പാർക്കിലേക്ക് തന്നെ വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികൾ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവരുടെ കളി കഴിഞ്ഞിട്ട് പോരില്ല കേട്ടോ എല്ലാവരും. പിന്നെ ഇനിയും നിൽക്കണം എന്നുള്ള വാശിയിലായിരുന്നു കേട്ടോ ഇഷ്മോനൊക്കെ. പിന്നെ അതൊക്കെ പറഞ്ഞ് അവരെ കൂട്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനോ മാർക്ക് ചെയ്തിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.